ഇന്നിവിടെ ഉത്സവം അല്ലടാ വിനോദേ. അച്ഛൻ, അമ്മ, അനിയൻ, വൈഫ്, ദേ കണിയും പരിപാടിയൊക്കെ കഴിഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പോ വിഷുസദ്യയായി, പടക്കം പൊട്ടിക്കലായി. ഇന്നത്തെ ദിവസം ഇവിടെ ഫുൾ ബിസി ആയിരിക്കും. ആ ഓക്കേടാ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, അല്ലെങ്കിൽ നാളെ വിളിക്കാം. ശരി. ഹാപ്പി വിഷു ഏട്ടാ. ഹാപ്പി വിഷു. എന്താണത്? ഇത് ഏട്ടനുള്ള വിഷു സമ്മാനമാ. എപ്പോഴും ഏട്ടന്റെ അനുഗ്രഹവും പ്രാർത്ഥന എനിക്കൊപ്പം ഉണ്ടാവണം. എന്താടാ ഇത്? നിനക്കിതെന്താ പറ്റിയത്? ഏട്ടനത് പിടിക്കേ. നമ്മുടെ കമ്പനിയിൽ ജോലിക്ക് കയറിയിട്ട് ആദ്യമായിട്ട് വന്ന വിഷു ആണിത്. ഏട്ടൻ പറഞ്ഞ അനുസരിച്ച് ഞാൻ ജോലി ചെയ്തു, എല്ലാം സക്സസ് ആയി. ഏട്ടന്റെ കൈ കൊണ്ട് എനിക്ക് എന്ന ശമ്പളത്തിൽ നിന്ന് ഞാൻ ഏട്ടന് വേണ്ടി വാങ്ങിച്ച ഒരു വിഷു സമ്മാനം. അത് കൊള്ളാലോ. എങ്കിൽ പിന്നെ നിനക്ക് കണിയേണ്ട സമയത്ത് എല്ലാവരും മുമ്പിൽ വെച്ച് തന്നാ പോരായിരുന്നോ? അല്ല, അത് വേണ്ടാന്ന് തോന്നി. ഇത് എന്റെ ഏട്ടന് ഞാൻ തരുന്നൊരു സ്വകാര്യ സമ്മാനം. തുറന്നു നോക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടമായ ഏട്ടനെ? ഇഷ്ടമായോന്നു? എന്തൊരു ചോദ്യടാ അത്. നിനക്കെന്റെ ടേസ്റ്റ് അറിയാം, എന്റെ മനസ്സറിയാം. അപ്പൊ പിന്നെ നിന്റെ സെലക്ഷൻ തെറ്റുവോ? താങ്ക് യുടാ മോനെ. ഗൗതം, എന്തു പറ്റി ഗൗതം? കണ്ണു നിറഞ്ഞിരിക്കുന്നല്ലോ. ഒന്നുമില്ലാന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. എന്തിനാ ഈ ഷർട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്? വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വിഷുവിന് പ്രണവ് എനിക്ക് സമ്മാനമായിട്ട് വാങ്ങി തന്നൊരു ഷർട്ട് അത്. അതെനിക്കറിയാലോ. അതുകൊണ്ട് തന്നെ പ്രണവ് ഒത്ത് എവിടെ പോയാലും ഗൗതം ആദ്യം സെലക്ട് ചെയ്യുന്നത് ഈ ഷർട്ടല്ലേ? എനിക്കൊരു കാര്യം അറിയോ നിധി, ഈ കളറ് സത്യത്തിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അവന് ഈ ഷർട്ട് തന്ന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടമായെന്നും ഉഗ്ര സെലക്ഷൻ ആയെന്നുമാണ് ഞാൻ അവനോട് പറഞ്ഞത്. അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇഷ്ടമല്ലാഞ്ഞിട്ടും ഈ ഷർട്ട് ഞാൻ നിരന്തരം ഇട്ടത്. പക്ഷേ അവൻ വാങ്ങി തന്നുകൊണ്ട് തന്നെ എനിക്കിതിനോടൊരു പ്രത്യേക പ്രിയം ഉണ്ടായിരുന്നു. ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അവനെന്താ മനസ്സിലാക്കാതെ പോയത്? ഞാൻ കൊടുത്ത സ്നേഹത്തിന് മുഴുവൻ പകരമായി അവൻ എനിക്ക് തന്നെന്താ? കോടതിയിൽ കയറി നിന്ന് ഞാൻ അവനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന് മൊഴി കൊടുത്തില്ലേ? അതോർക്കുമ്പോഴെനിക്ക് സങ്കടം. അപ്പോഴാ കണ്ണു നിറഞ്ഞു പോകുന്നത്. ഇപ്പൊ പ്രണവ് ചിന്തിക്കുന്നത് അവന്റെ മനസ്സുകൊണ്ടാണെന്ന് ഗൗതമിന് തോന്നുന്നുണ്ടോ? അല്ല, അവന്റെ തലച്ചോറിലിരുന്ന് അവന്റെ ബുദ്ധിയായി വർക്ക് ചെയ്യുന്നത് CKCയും ജ്യോതിർമയും ശിവാനിയും ഒക്കെയാ. ആ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം അവൻ ഓരോ നിമിഷവും നശിച്ചുകൊണ്ടേയിരിക്കും. ദിനം പ്രതി അവൻ തകർന്ന് തരിപ്പണമാവും. അവന്റെ ജീവിതം തന്നെ നശിച്ചു പോവും. എങ്ങനെയെങ്കിലും ആ CKC ആരാണെന്നുള്ള സത്യം അവനെ ബോധ്യപ്പെടുത്തി
നമുക്ക് അവനെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ നിധി. ഇനി അതിന് CKCയെ കായികമായിട്ട് നേരിടണമെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്. ആലോചിച്ച് വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്തേ പറ്റൂ. നിയമം കയ്യിലെടുക്കുന്നതിനെ കുറിച്ചൊന്നും ഗൗതം ആലോചിക്കണ്ട. നിയമപരമായി തന്നെ CKCയെ ഞാൻ പൊളിച്ചെടുക്കും. എങ്ങനെ? ഒരു വഴിയും ഞാൻ കാണുന്നില്ല. വഴിയുണ്ട് ഗൗതം. അതാണ് ഫോർജറി കേസ്. ഗൗതമിന്റെയും പ്രണവിന്റെയും കേസിൽ ശരിക്കും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച CKC രക്ഷപ്പെട്ടിരിക്കുന്നത്. ഒരർത്ഥത്തിൽ കോടതിക്ക് മുൻപിൽ ഹാജരാക്കിയിരിക്കുന്നത് മുഴുവനും കള്ളസാക്ഷികളും കള്ളമൊഴികളുമാണ്. അതിനെതിരെ മൂവ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ഫോർജറി കേസ് എനിക്കും അറിയാം. പക്ഷേ പ്രണവിന്റെ കാര്യത്തിൽ അത് നിലനിൽക്കുമോ? നിലനിൽക്കും. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി തന്നെ അന്വേഷിച്ചു. പ്രണവിനെ പിടിച്ചുകൊണ്ടുപോയി തടങ്കലിൽ വെച്ച് പീഡിപ്പിച്ചതിനുള്ള ശിക്ഷ നിയമപരമായി തന്നെ ഞാൻ CKCക്ക് വാങ്ങിക്കൊടുക്കും. സത്യം ബോധ്യപ്പെടുമ്പോ പ്രണവ് തിരിച്ചു വരികയും ചെയ്യും. നോക്ക് ഗൗതം, വെറുതെ സങ്കടപ്പെടണ്ട. പഴയതിനേക്കാൾ 1000 മടങ്ങ് സ്നേഹിച്ചുകൊണ്ട് പ്രണവ് ഈ വീട്ടിലേക്ക് തിരിച്ചു വരും. അവന്റെ സ്നേഹം മതി വരുവോളം ഈ ചേട്ടന് കിട്ടും. നാളത്തെ വിഷു ഒന്ന് കഴിഞ്ഞു പൊയ്ക്കോട്ടെ. പക്ഷെ അടുത്ത വിഷുവിന് ഗൗതമിനുള്ള സമ്മാനവും വാങ്ങി പ്രണവ് നമുക്കൊപ്പം ഉണ്ടാവും. ഇത് ഞാൻ തരുന്ന വാക്ക്. പടികള് തീരുമ്പോ പറയണേ. വിഷു ആയിട്ട് കൊണ്ടുവന്ന് ഉരുട്ടിയിട്ടില്ല എന്നെ. ഗൗതം ധൈര്യമായിട്ട് വന്നു. ജനലരികെ പതിയെ വരൂ, കനവു തരൂ, വെയിൽ പക്ഷി ചേക്കേറുമീ നാട്ടുകൂട്ടിൽ നിലാവിന്റെ ഈണം തരൂ.